ടി ജി, ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ടൊരു അസാസിനേഷൻ, ഇതിൻ്റെ കുറേ വാർത്തകളിങ്ങനെ സാമൂഹ്യ മാധ്യമങ്ങളിലും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? അതായത് ഓഗസ്റ്റ് 30-ന് അർവൽ ജാക്സൺ എന്ന് പറയുന്ന ഒരാൾ, ഒരു സ്പെഷ്യൽ ഫോഴ്സ് ഓഫീസർ, ബംഗ്ലാദേശിൽ കൊല്ലപ്പെട്ടു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ നരേന്ദ്രമോദിക്കെതിരെ ഒരു പോസിബിൾ ആക്രമണം ഇത് ചെയ്തിരുന്നു. അത് പുട്ടിൻ്റെ കാറിലിരുന്നു 45 മിനിറ്റ് ഇരുന്ന് സംസാരിച്ചു. ഇതിനെപ്പറ്റിയൊക്കെ ഒരു മിസ്റ്ററി ഇപ്പോൾ പൊതുവെ വരുന്നുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? അല്ല, ഇതിൻ്റെ ഒരു സെക്യൂരിറ്റി, അതിനെപ്പറ്റി നമ്മുടെ കാഴ്ചപ്പാടെന്താണ്, അത് ഇതിൽ പ്രധാനപ്പെട്ടൊരു സംഗതിയാണ്. ഞാനൊരു നടന്ന സംഭവം പറയാം. 2010 ഞാനും പോയിരുന്നു. പബ്ലിക്കിൻ്റെ കൂട്ടത്തിൽ അതിഭയങ്കര ആൾക്കൂട്ടം. എനിക്ക് ആൾക്കൂട്ടം സഹിക്കാൻ വേണ്ടി ഞാനതുകൊണ്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാനങ്ങ് ഇറങ്ങി എൻ്റെ പാട്ടിന് പോയി. ഇത് കഴിഞ്ഞിട്ട് ഞാൻ എന്തോ ആവശ്യത്തിന് ഡൽഹിയിൽ പോയപ്പോൾ ഡൽഹിയിൽ എന്നെ വിളിച്ചത് ഈ നരേന്ദ്രമോദിയുടെ സെക്യൂരിറ്റി അവർ അസസ് ചെയ്യുന്നു. അശോക റോഡിൽ BJPയുടെ ഇപ്പോഴത്തെ ഹെഡ് ക്വാർട്ടേഴ്സ് അല്ല, പഴയ അശോക റോഡിൽ. അപ്പോൾ അതിൽ ഈ കേരളത്തിൽ നിന്ന് മോഹൻദാസ് ഇവിടെ ഉള്ളതുകൊണ്ട് ഡയറക്റ്റ് കേരളത്തിൽ നിന്നുള്ള ഒരു ഫീഡ്ബാക്ക് കിട്ടാൻ വേണ്ടി, അല്ലാതെ മോഹൻദാസ് സെക്യൂരിറ്റി വിദഗ്ധനാണ് എന്നൊന്നും വിചാരിച്ചിട്ടല്ല. ആസ് ആൻ ഓർഡിനറി ഹ്യൂമൻ ബീയിങ് ലിവിങ് ഇൻ കേരള, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ദിസ് സെക്യൂരിറ്റി? അപ്പം ഞാൻ പോയി. ഇപ്പോൾ കുറേ ഓഫീസേഴ്സോ ബാക്കി പൊളിറ്റീഷ്യൻസൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാനും പോയിരുന്നു. എൻ്റെ ഊഴം വന്നപ്പോൾ എന്നോട് ചോദിച്ചു, എന്താ കേരളത്തിലെ വിശേഷം? ഞാൻ പറഞ്ഞു, എനിക്ക് ഇതേപ്പറ്റി ഒന്നും പറയാനൊന്നും അറിയില്ല. ഒരു കാര്യം ഞാൻ പറയാം. പ്രധാനമന്ത്രിയുടെ സ്റ്റേജും ഫസ്റ്റ് റോ ഓഫ് ക്രൗഡ് തുടങ്ങുന്നതും തമ്മിൽ ഒരു 50 അടിയുടെ വ്യത്യാസമേ ഉള്ളൂ. ആ 50 അടി ദൂരത്തേക്ക് ഒരു ഗ്രനേഡ് ഉന്നം പിഴയ്ക്കാതെ എറിയാൻ സാമർഥ്യമുള്ള ഒരാളുണ്ടെങ്കിൽ ആൾക്കൂട്ടത്തിൽ നിന്ന് ഗ്രനേഡ് എറിയാൻ പറ്റും. നിങ്ങളീ പറയുന്ന പോലെ വലിയ പരിശോധനയൊന്നും ആൾക്കൂട്ടത്തിന് സംഭവിക്കുന്നില്ല. അവിടെ ആയിട്ട് 2-3 ഗേറ്റ് പോലെ ഇങ്ങനെ വയ്ക്കുക. അവിടെ ഒരു പോലീസുകാരനുണ്ടാകും. അതിനകത്തൂടെ ആൾക്കാർ പോകും, പുറത്തുകൂടെയും പോകും. സോ ദർ ഈസ് നത്തിങ് വിച്ച് ക്യാൻ പ്രിവെൻറ്റ്. അപ്പോൾ അതിനകത്തെ ഓഫീസർ എന്ന് തോന്നിക്കുന്നതാണ്. എല്ലാവരും സിവിൽ ഡ്രസ്സിലാണ്. ഇത് പോലീസുകാരനാരാ, SPG ആരാ, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരനാരാന്ന് തിരിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ അയാൾ പറഞ്ഞു, വി ഹാവ് ആൻ ആൻസർ ഫോർ ദാറ്റ്, ഡോണ്ട് വറി. ഞാൻ പറഞ്ഞു, അറിയൊന്നുമില്ല, എനിക്കറിയാം നിങ്ങളുടെ കയ്യിൽ അതിന് ഉത്തരവുണ്ടാകും, എനിക്കറിയാം. അയാൾ പറഞ്ഞു, 50 അടി ദൂരത്ത് നിന്ന് ഒരു വസ്തു ഇദ്ദേഹത്തിൻ്റെ നേർക്ക് എറിഞ്ഞാൽ അത് അദ്ദേഹത്തിന് കൊള്ളാതിരിക്കാനുള്ള ഏർപ്പാട് ഞങ്ങളിലുണ്ട്. കാരണം ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം 50 feet എവേ, ഇറ്റ് ഹാസ് ടു ട്രാവൽ 50 feet. അതിനിടയ്ക്ക് വി ക്യാൻ ബ്ലോക്ക് ഇറ്റ്. ബട്ട് വി വിൽ നോട്ട് ഡിസ്ക്ലോസ് ഫർദർ അതെങ്ങനെ ബ്ലോക്ക് ചെയ്യും, എന്ത് ടെക്നോളജി എന്നൊന്നും ചോദിക്കേണ്ട. ദാറ്റ് ഹാസ് ബീൻ ടേക്കൺ കെയർ ഓഫ്. ഞാൻ പറഞ്ഞു, ഇത്രയേ ഉള്ളൂ, എൻ്റെ ഒബ്സർവേഷൻ ഇവിടെ കൊണ്ട് തീരുന്നു. അപ്പോൾ ശരി, ദെൻ യു ക്യാൻ ഗോ. ഞാൻ ഇറങ്ങി പോന്നു. ദിസ് വാസ് ദ ആക്ച്വൽ സിറ്റുവേഷൻ. This is how Narendra Modi's security was being reviewed even in early 2014. തെരഞ്ഞെടുപ്പിനൊക്കെ വളരെ മുമ്പ് തന്നെ, പ്രധാനമന്ത്രി ആകുന്നതിന് മുന്നേ, പാർട്ടിക്കുള്ളിൽ. അപ്പോൾ സെക്യൂരിറ്റീസ് ഒരു ജോക്കായിട്ട് എടുക്കുന്നവരുമുണ്ട്. മോദി ഇറങ്ങി റോഡിൽ കൈവീശി കാണിച്ചില്ലേ, അതല്ലേ ഇതല്ലേ, എന്ത് വെറുതെ, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരും ഉണ്ട്. ഇല്ലെന്നല്ല. ബട്ട് സെക്യൂരിറ്റിക്കാരുടെ കാഴ്ചപ്പാട് എപ്പോഴും അവർ നോക്കുന്നത്, ഇപ്പം ഞാനീ പറഞ്ഞ പോലെ 50 അടി ദൂരെ നിന്ന് ഉന്നം തെറ്റാതെ ഗ്രനേഡ് എറിയാൻ ഉണ്ടോ ഇല്ലയോ എന്ന് സംശയം തോന്നിയാൽ ഉണ്ട് എന്ന് തീരുമാനിക്കുക. അതാണ് സെക്യൂരിറ്റി. ഈ മച്ച് ഇടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ടോ? ഉണ്ട്. അല്ല, അതെങ്ങനെ ഇടിഞ്ഞു വീഴും? സ്ട്രോങ് കോൺക്രീറ്റ് എന്ത് വാങ്ങിക്കോട്ടെ. ഈസ് ദെയർ എ പോസിബിലിറ്റി ആരെങ്കിലും മുകളിലൊരു ബോംബ് പൊട്ടിച്ചാൽ? യെസ്. അപ്പോൾ പൊട്ടിയാൽ എന്ത് ചെയ്യും എന്നുള്ളത് തീരുമാനം. ഇതാണ് സെക്യൂരിറ്റി.
എല്ലാ സംശയങ്ങളും ടിക്ക് ചെയ്തിട്ട് അതെല്ലാം ബ്ലോക്ക് ചെയ്യുന്ന നടപടി എടുക്കുക എന്നുള്ളതാണ് സെക്യൂരിറ്റിയുടെ ധർമ്മം. അതല്ലാതെ അങ്ങനെയൊന്നും വരികയല്ലെന്നേ എന്ന് പറഞ്ഞുള്ള ഏർപ്പാടുണ്ടല്ല, അതൊരു സെക്യൂരിറ്റി ചിന്തയല്ല. ഇപ്പോൾ ഈ സംഭവങ്ങളെയും ഇങ്ങനെ കാണുന്ന ആൾക്കാരുണ്ട്. പിന്നെ നരേന്ദ്രമോദി അല്ലേ കൊല്ലാൻ പോകുന്നു, നമുക്കൊന്നും പറയാൻ പറ്റില്ല അവരോട്. പിന്നെ നരേന്ദ്രമോദിയെ പുട്ടിൻ്റെ കാറിൽ കൊണ്ടുവന്നിരുത്തിയിട്ട് അങ്ങ് രക്ഷപ്പെടാൻ അങ്ങനത്തെ ഗതികളൊന്നും ഇന്ത്യൻ പ്രധാനമന്ത്രിക്കില്ല. നമ്മളുടെ ഈ പ്രൈഡ്, അഭിമാനബോധത്തെ തൊട്ടുണർത്തിയിട്ട് ഇത് സെക്യൂരിറ്റി ത്രെറ്റ് അല്ല എന്ന് പറയും. അങ്ങനെ ചെയ്യുന്നതിന് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഐ ഡോണ്ട് കെയർ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഒരാൾ ഈ ഒരു പ്രശ്നമുണ്ടെന്ന് അയാൾ സമ്മതിച്ചാലേ നമുക്കതിന് ചികിത്സിക്കാൻ പറ്റും. പ്രശ്നമേ ഇല്ല, പോടാ, കഴിഞ്ഞു. അങ്ങനെ ഒരു സെറ്റ് ഓഫ് ആൾക്കാർ അങ്ങനെ ഗൂഢാലോചന കോംപ്ലക്സ് ഉള്ളവരുണ്ട്. തൊടുന്നിടത്തെല്ലാം ഇങ്ങനെ എൻ്റെ പുറകിൽ ആളുണ്ടോ എന്നൊക്കെ നോക്കുന്നവരുണ്ട്. ബട്ട് ഇതല്ലാതെ സെക്യൂരിറ്റി ദൃഷ്ടിയിൽ ഇതിനെ നോക്കുക. ഇഫ് ദർ ഈസ് എ പോസിബിലിറ്റി, ബ്ലോക്ക് ഇറ്റ്. അതാണ് സെക്യൂരിറ്റി. അപ്പോൾ ഇതിനകത്ത് കാര്യങ്ങൾ ഭംഗിയായിട്ടൊക്കെ പോയി വാസ്തവത്തിൽ. ഇപ്പോൾ പിന്തിരിഞ്ഞ് നോക്കുമ്പോഴാണ് ഇത് പ്രശ്നമാണല്ലോ എന്ന് തോന്നുന്നത്. ഞാനിത് ഒരാഴ്ചയോളമായി ഇത് എക്സിൽ വലിയ വാർത്തയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുക, കമൻറ്റ് ചെയ്യാതെ ഇതൊക്കെ നടക്കുന്നു. ഞാൻ ഒന്നും വേണ്ടിയില്ല. അതൊരു ശരിയല്ലല്ലോ. ഒരുപാട് മിസ്സിങ് ലിങ്ക്സ് ഉണ്ട്, ഇപ്പോഴും മിസ്സിങ് ലിങ്ക്സ് ഉണ്ട്. ഇതിന് ശേഷം ഈ സാധനം യൂട്യൂബിലേക്ക് വന്നു. അപ്പോൾ യൂട്യൂബുകാരന് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും വരുന്നൊരു ആരോപണമുണ്ട്, അതായത് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ആയിരിക്കും, ചിലരത് ചെയ്യുന്നുമുണ്ട്. ഞാൻ അതും വിട്ടു. ഇത് കഴിഞ്ഞിട്ട് ഇത് മെയിൻ സ്ട്രീം മീഡിയയിൽ വന്നു, സി ന്യൂസിൽ വന്നു. ഈ മലയാളികളുടെ ഒരു പ്രത്യേകത, അവർ സി ന്യൂസ് പോലെ ഹിന്ദിയിൽ പ്രോമിനൻ്റ് ആയിട്ടുള്ള ന്യൂസ് ചാനൽ കാണും, അങ്ങനെയൊന്നും അത്രയൊന്നും ആരും അധ്വാനിക്കില്ല. ബട്ട് എന്തുകൊണ്ടോ ഈ സാധനം വന്നു കഴിഞ്ഞപ്പോൾ സി ന്യൂസുകാരുടെ അവരുടെ പ്രോഗ്രാം അവർ യൂട്യൂബിലിടുമല്ലോ, യൂട്യൂബിലത് വൈറലായി. ഞാൻ അന്വേഷിച്ച് പോയി കണ്ടതല്ല, അത് വൈറലായതുകൊണ്ട് എൻ്റെ ഫീഡിലും വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ദിസ് ഈസ് എ സീരിയസ് തിങ്. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ IB ഉദ്യോഗസ്ഥനായിരുന്ന ഒരു RSN സിംഗ് ഉണ്ട്. അങ്ങനെ ഗൂഢാലോചന തിയറിക്കാരനല്ല, ബട്ട് പോസിബിലിറ്റി തിയറിക്കാരനാണ് താൻ. ഇഫ് ദർ ഈസ് എ പോസിബിലിറ്റി, അതാണ് ഈ സെക്യൂരിറ്റി മൈൻഡ് IBയിലുണ്ടായിരുന്നതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇദ്ദേഹം. പിന്നെ മിസ്റ്റർ സിംഗ്, അയ്യോ അദ്ദേഹത്തിൻ്റെ പേര് എൻ്റെ നാക്കിൽ നിന്ന് ഇപ്പോൾ പോയി, ഉത്തർപ്രദേശിൽ DGP ആയിരുന്നു അദ്ദേഹം, അസാമാന്യ സാമർഥ്യമുള്ള മനുഷ്യൻ. ഈ രണ്ട് പേര് ഈ പോസിബിലിറ്റി കൺഫേം ചെയ്യുന്നു. യെസ്, ദർ ഈസ് എ ഡെഫിനറ്റ് പോസിബിലിറ്റി എന്ന് ഇവരുടെ യൂട്യൂബ് ഇൻ്റർവ്യൂവിൽ ഈ രണ്ട് പേരും പറയുന്നു. ഇത്രയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ദർ ഈസ് എ സബ്സ്റ്റൻസ് ഇൻ ദാറ്റ്. പ്രത്യേകിച്ചും ഈ മുൻ DGPയും RSN സിംഗും ഇവരിങ്ങനെ പരദൂഷണം പറഞ്ഞ് സൂഹിക്കുന്ന ആൾക്കാരൊന്നുമല്ല. ദേ ആർ ഈവൻ ആഫ്റ്റർ റിട്ടയർമെൻറ്റ് വളരെ അപ്രൈറ്റായിട്ട് ഡിസിപ്ലിൻഡായിട്ടൊക്കെ സംസാരിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. വാവിട്ട വർത്തമാനം പറയുന്നവരല്ല. സോ ദർ ഈസ് സംതിങ് ഇൻ ദാറ്റ്. കാരണം ഇതിനകത്ത് ഉത്തരമില്ലാത്ത ഒരു ചോദ്യമാണ്, ഈ പുട്ടിൻ്റെ ലിമോസിനിൽ 45 മിനിറ്റ് എന്ത് ചെയ്യുമായിരുന്നു മോദിയും പുട്ടിനും? ദർ ഈസ് നോ റീസൺ. അവർക്ക് സംസാരിക്കാൻ പ്രത്യേക വെന്യൂ കൊടുത്തിട്ടുണ്ട്, സെപ്പറേറ്റ് ബിൽഡിംഗ്. ആ ബിൽഡിങ്ങിലേക്ക് ഓൺ ദ വേ, ബിൽഡിങ്ങിലേക്ക് കയറാതെ വഴി മധ്യേ അല്ലെങ്കിൽ മുക്കാലും വഴി കവർ ചെയ്തിട്ട് വണ്ടി നിർത്തിയിട്ട് എന്ത് ചെയ്യായിരുന്നു? ദ്വിഭാഷി ട്രാൻസ്ലേറ്റർ ഉണ്ടായിരുന്നില്ല കൂടെ. 3/4 മണിക്കൂർ നേരം എന്ത് സംസാരിക്കും? അഥവാ അങ്ങനെ പൂട്ടിയിട്ട കാറിനുള്ളിൽ സംസാരിക്കാൻ എന്താ ഉള്ളത്? ഇത്ര വലിയ രഹസ്യം. ചൈനയെ വിശ്വസിക്കാൻ പറ്റില്ല. ദാറ്റ് വാസ് ദ എക്സ്പ്ലനേഷൻ ഗിവൺ അറ്റ് ദാറ്റ് ടൈം. അപ്പോൾ അത് ബിൽഡിങ് ചൈനയുടെ അല്ലേ, അവന്മാരെവിടെന്നെങ്കിലും ഇത് ചോർത്തും ഇവർ തമ്മിൽ എന്ത് സംസാരിച്ചു എന്നുള്ളത്. അതുകൊണ്ട് കാറിലിരുന്ന് സംസാരിക്കുക. അപ്പം ഞാനും വിചാരിച്ചു അതിലൊരു ലോജിക്കുണ്ട്. ചൈന അങ്ങനത്തെ തൊരപ്പന്മാരാണ്. ഈ SCO മീറ്റിംഗ് കഴിഞ്ഞുള്ള അവരുടെ പരേഡ് ഉണ്ടായിരുന്നല്ലോ, ചൈനയുടെ സൈനികാഭ്യാസം, അത് അറ്റൻഡ് ചെയ്യാൻ നോർത്ത് കൊറിയയിൽ നിന്ന് കിം ജോങ് ഉൻ വന്നിരുന്നു. ഇയാൾ വന്നത് ട്രെയിനിലാണ്. അയാളുടെ കൂടെ ഒരു കമ്പാർട്ട്മെൻറ്റിൽ അയാളുടെ ടോയ്ലറ്റാണ്. നോർത്ത് കൊറിയയിൽ നിന്ന് ടോയ്ലറ്റുമായിട്ടാണ് അയാൾ ചൈനയിൽ വരുന്നത്. ചൈനയുടെ വാലാണ് അയാൾ, ബട്ട് അയാളുടെ സ്വന്തം ടോയ്ലറ്റ് കൊണ്ടുവന്നു. കാരണം
ചൈനയുടെ സ്വഭാവം അനുസരിച്ച് ഇയാളുടെ എക്സ്ക്രീറ്റയിൽ നിന്ന്, വിസർജ്യത്തിൽ നിന്ന് ഇയാൾക്ക് എന്തൊക്കെ അസുഖമുണ്ടെന്ന് ചൈന കണ്ടുപിടിക്കും. അത് വെച്ച് ഓപ്പറേറ്റ് ചെയ്യും. ആ അസുഖം കൂടുന്ന രീതിയിൽ എന്തെങ്കിലും മരുന്ന് ഇയാളുടെ ഉള്ളിൽ ഇങ്ങനെയൊക്കെയുള്ള സംശയമല്ല, പലപ്പോഴും അത് സത്യമാണ് താനും. ലുക്ക് അറ്റ് CIA. അവർ എന്തൊക്കെയാണ് ഫിദൽ കാസ്ട്രോയ്ക്കെതിരെ പയറ്റിയത്. ബൂട്ടിൽ മരുന്ന് പുരട്ടിയിട്ട് ആ മരുന്ന് ആവിയായിട്ട് ഇയാളുടെ താടി കൊഴിഞ്ഞു പോകുന്ന പരിപാടി വരെ CIA ചെയ്തു. ഇറ്റ് വാസ് ഡൺ, നോട്ട് എ ജോക്ക്, ഇറ്റ് വാസ് ഡൺ. ദിസ് ഈസ് ദ വേ ദ വേൾഡ് ഓപ്പറേറ്റ്സ്. അപ്പോൾ നമ്മൾ കാലമേ കാലം കയറ്റിയത് അങ്ങനെയൊന്നും ഇല്ലെന്ന്. പിന്നെ മോദിയെ തൊട്ടാലുണ്ടല്ലോ, ഇങ്ങനെയൊക്കെ പൊങ്ങച്ചം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, തൊട്ടത് തന്നെയാണ്. ഇത് സെക്യൂരിറ്റി ഏജൻസികൾക്കറിയാം. അപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരവില്ല. നമ്പർ 2, ഇത് കഴിഞ്ഞ് മോദി തിരിച്ചു വന്നു. ആരും ഒന്നും ശ്രദ്ധിക്കാത്ത, ഒരു യൂട്യൂബിലൊന്നും വരാത്തൊരു പ്രസംഗം. തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് മോദി ഒരു യോഗത്തിൽ പറയുന്നു, മേ ചൈന ഹോക്കർ ആയാ ഹും. ഭയങ്കര കൈയടി. അപ്പോൾ മോദി ചോദിക്കുകയാണ്, ഞാൻ ചൈനയിൽ പോയതിനുള്ള കൈയടിയാണോ അതോ തിരിച്ചു വന്നു എന്നുള്ളതിൻ്റെ കൈയടിയാണോ? അന്നത് തമാശ, അതിനും കൈയടിച്ച ആൾക്കാർ തമാശയായിട്ട് പോയി. ഇപ്പോൾ ഇതുമായിട്ട് ലിങ്ക് ചെയ്യുന്നു. തിരിച്ചു വന്നതിനുള്ള കൈയടിയാണോ എന്ന് മോദി ചോദിക്കാൻ കാര്യം എന്താ? തിരിച്ചു വരാൻ എന്തോ കുഴപ്പമുണ്ടായിരുന്നു, തിരിച്ചു വരില്ല എന്നൊരു പേടിയുണ്ടായിരുന്നു, പക്ഷേ രക്ഷപ്പെട്ടു, തിരിച്ചു വന്നു, കൈയടി. അതാണോ? ഇതിന് കാരണം വേറൊന്നുമുണ്ട്. അതിന് മുമ്പ് മോദിയെ പഞ്ചാബിൽ തടഞ്ഞു നിർത്തിയല്ല. മോദി തിരിച്ചു വന്നു. തിരിച്ചു വന്നിട്ട് മോദി ട്വീറ്റ് ചെയ്തു പഞ്ചാബ് മുഖ്യമന്ത്രിക്ക്, എന്നെ ജീവനോടെ വിട്ടതിന് നന്ദി. ആ വാക്കും ഈ വാക്കും തമ്മിൽ നോക്കും. മോദിയുടെ ഒരു സ്ഥിരം സ്വഭാവമാണ് ഇങ്ങനെ ഒരു കുത്തുകുത്തുക. ഇപ്പോൾ ജീവനോടെ തിരിച്ചെത്തിയതിനാണോ ഈ കയ്യടി എന്ന് ചോദിക്കുമ്പോൾ ജീവൻ നഷ്ടപ്പെടാൻ അവിടെ ഒരു സാധ്യതയുണ്ടായിരുന്നു SCO മീറ്റിങ്ങിൽ. അത് ഓർക്കാതെ അങ്ങ് പറഞ്ഞു പോയതാണ്. ഈ ഫ്രോയിഡിയൻ സ്ലിപ്പ് എന്ന് പറയില്ല, നമ്മുടെ മനസ്സിലുള്ള കാര്യം പറയണ്ടെന്ന് നമ്മൾ വിചാരിക്കും, പക്ഷെ നമ്മുടെ നാക്ക് ഇത് കേൾക്കാതെ പറഞ്ഞു പോകും. അങ്ങനെയുള്ള ഫ്രോയിഡിയൻ സ്ലിപ്പ്, സംതിങ് മൈറ്റ് ഹാവ് ഹാപ്പൻ. അത് കഴിഞ്ഞാണ് ഈ ബംഗ്ലാദേശിലെ സംഭവം. ആർവെൽ ജാക്സൺ എന്ന അയാൾ നിസ്സാരക്കാരനല്ല, അമേരിക്കൻ മിലിറ്ററിയിലെ വലിയൊരു ഉദ്യോഗസ്ഥനാണ്. അയാളെപ്പോലെയുള്ളവരും കൊല്ലപ്പെടുന്നു. ISIയുടെ ഒരു മേധാവി അതേ ദിവസം തന്നെ കൊല്ലപ്പെടുന്നു. താമസിയാതെ ഡാക്ക എയർപോർട്ടിൽ തീ പിടിക്കുന്നു. ആ തീപിടുത്തത്തിൽ റഷ്യൻ മെഷീനറി കത്തി നശിക്കുന്നു. റഷ്യൻ മെഷീനറി അവിടെ കത്തി നശിക്കാനുള്ള കാരണം, റഷ്യയും ബംഗ്ലാദേശും തമ്മിൽ പണ്ടൊരു കരാറുണ്ടായിരുന്നു, ഒരു ന്യൂക്ലിയർ റിയാക്ടർ അവർക്ക് പണിഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്. ആറ്റം ബോംബ് ഉണ്ടാക്കാനൊന്നുമില്ല. പിന്നെ അത് നടന്നില്ല, ഇവരുടെ കാശൊന്നുമില്ല. ഇപ്പോൾ യുനെസ് കൈയും കാലും ഒക്കെ പിടിച്ചിട്ട് റഷ്യയോട് പറഞ്ഞു, ചേട്ടാ ഒന്ന് സംഘടിപ്പിച്ചു തരാൻ. ശരി കൊടുത്തേക്കുന്നു. ആ യന്ത്രഭാഗങ്ങൾ ന്യൂക്ലിയർ അല്ല കേട്ടോ, ഇതല്ല, ഫിസൈൽ മെറ്റീരിയലൊന്നുമല്ല. ഈ യന്ത്രഭാഗങ്ങൾ വന്നത് അതാണ് കത്തി നശിച്ചത്. എന്തുകൊണ്ട് തീയുണ്ടായി? എന്തുകൊണ്ട് റഷ്യൻ യന്ത്രഭാഗങ്ങൾ മാത്രമെങ്കിൽ അത് മാത്രമല്ല, വേറെ കുറേയും കത്തിയിട്ടുണ്ട്. ബട്ട് ആ തീപിടുത്തത്തിന് ഒരു എക്സ്പ്ലനേഷൻ ഇല്ല, എയർപോർട്ടിലെ ആ തീപിടുത്തത്തിന്, കാർഗോ കോംപ്ലക്സിൽ. അപ്പോൾ ഇങ്ങനെ വിശദീകരിക്കാനാവാത്ത ഒരുപാട് സംഭവങ്ങൾ വന്നു. അത് കൂട്ടിക്കെട്ടാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെട്ടാൻ പാടില്ല. യുക്തിസഹമായിട്ട് ചിന്തിക്കുന്നവർ കെട്ടാൻ പാടില്ല. ബട്ട് സെക്യൂരിറ്റിയെ സംബന്ധിച്ചിടത്തോളം അത്ര യുക്തിസഹമൊന്നും അല്ലെങ്കിലും അവർ കെട്ടും. മോഹൻദാസ് ഡൽഹിയിൽ വന്ന് പാർലമെൻറ്റിൽ നുഴഞ്ഞു കയറി ബോംബ് വയ്ക്കാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ സാധ്യതയില്ല. ബട്ട് ആ സാധ്യതയും കൂടെ സെക്യൂരിറ്റിക്കാരൻ അവിടെയും കൂടെ അത് അടയ്ക്ക്. അതിനാണ് ആ മോഹൻദാസ് തീരെ മെലിഞ്ഞ ആളാണ്, അതിലെ വലിഞ്ഞു കയറുകയാണ്, അതും കൂടെ അടച്ചു വന്നു. ഇതാണ് സെക്യൂരിറ്റി. കേൾക്കുമ്പോൾ ഇപ്പോൾ ചിരി തോന്നുന്നില്ലേ? ഇങ്ങനെ ചിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സെക്യൂരിറ്റി ചെയ്യും. അങ്ങനെയാണ് അവർ ഇത് നിലനിർത്തി കൊണ്ടുപോകുന്നത്. യു മേ ലാഫ് അറ്റ് ഇറ്റ്, എന്ത് മണ്ടത്തരം. അങ്ങനെയല്ല, അവരെ സംബന്ധിച്ചിടത്തോളം അതും ഒരു പോസിബിലിറ്റിയാണ്. എവറി പോസിബിലിറ്റി ഈസ് ടു ബി ബ്ലോക്ക്ഡ്. അതാണ് ഒരു സെക്യൂരിറ്റി മൈൻഡ്. ദ അതർ തിങ്, നമ്മളുടെ ഈ സാധാരണ ഒരു സിനിക്കൽ ചിന്താഗതിയാണല്ലോ. ഒന്നും അങ്ങനെയൊന്നുമില്ല, ഇങ്ങനെ പറഞ്ഞ് ഒന്നുമില്ല എന്ന് പറയും. ദാറ്റ് ഈസ് ഓൾ ഓക്കെ. സാധാരണ നമുക്കൊക്കെ അങ്ങനെ പറയാം. നമുക്ക് സെക്യൂരിറ്റി ത്രെട്ടൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറയും, എന്നെ ആരും ബോംബ് വയ്ക്കുന്നു, ഞാനൊന്ന് കാണട്ടെ. ഉള്ളിൽ ധൈര്യം എന്താ? എന്നെ ആരും ബോംബ്, യു ആർ നോട്ട് വർത്ത് ഇറ്റ്.
അതുകൊണ്ട് ആരും ബോംബ് വയ്ക്കില്ല, അതുകൊണ്ട് മോഹൻദാസിനെ പൊങ്ങച്ചടിക്കാം. നരേന്ദ്രമോദിക്ക് രാഷ്ട്രത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ സെക്യൂരിറ്റിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ധൈര്യം ഉണ്ടെങ്കിൽ ആക്രമിക്കടാ എന്ന് പറഞ്ഞിട്ട് പ്രധാനമന്ത്രിയെ ഇറക്കി വിടാൻ പറ്റുമോ റോഡിലേക്ക്? നോ, അങ്ങനെ ധൈര്യം കാണിക്കേണ്ട ആളല്ല പ്രധാനമന്ത്രി. അതുകൊണ്ട് ദർ ഈസ് സംതിങ് വിച്ച് ഇവൻച്വലി ഇത് പുറത്തു വരുന്നത് പലപ്പോഴും 10, 25, 30 വർഷം കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു അമേരിക്കൻ ജേർണലിസ്റ്റോ അല്ലെങ്കിൽ ഇന്ത്യൻ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥനോ ആരെങ്കിലുമൊക്കെ ആയിരിക്കും ഇത് അയാളുടെ ആത്മകഥയിലോ ഒക്കെ ആയിരിക്കും അവിടെ ഇവിടെ റെഫറൻസ് വരുന്നത്. വി മെ നോട്ട് നോ. ഇതുപോലെ എത്രയോ സംഭവങ്ങൾ അറിയപ്പെടാതെ പോകുന്നു. 6-7 വർഷം മുമ്പ് മോദിക്ക് ഇതുപോലെ ഒരു അസാസിനേഷൻ ത്രെറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് വലിയ വാർത്തയൊക്കെ ആയിരുന്നു. എനിവേ ദാറ്റ് ഈസ് അനദർ സ്റ്റോറി. ഏതായാലും എൻ്റെ ഒരു വിലയിരുത്തൽ ഇതാണ്. ഈ ഹോമി ജെ ബാബ, വിക്രം സാരാഭായി ഇവരൊക്കെ കൊല്ലപ്പെട്ടതിൽ ഇങ്ങനെയൊക്കെ ഒരു എലമെൻ്റ് ഉണ്ടായിരുന്നു. ലാൽ ബഹദൂർ ശാസ്ത്രി, അതെ, പ്രധാനമന്ത്രി വരെ താഷ്കണ്ടിൽ വെച്ച് കൊല്ലപ്പെട്ടില്ലേ? അപ്പോൾ അന്യരാജ്യത്ത് വെച്ച് നമ്മുടെ പ്രധാനമന്ത്രി കൊല്ലപ്പെടുക എന്നൊക്കെ പറയുന്നത് ശ്രീലങ്കയിൽ രാജീവ് ഗാന്ധി ആക്രമിക്കപ്പെട്ടു. അതെ, അയാളെ തോക്ക് കൊണ്ടൊരു അടിച്ചത്, അതിന് പകരം വെടിയാ വെച്ചതെങ്കിലോ ഫിനിഷ്. സോ ദർ ഈസ് എ സെക്യൂരിറ്റി ത്രെറ്റ് ഓൾവേസ് വിച്ച് ഈസ് ടു ബി. അത് യു ക്യാൻ ബിലിറ്റിൽ ഇറ്റ്, ഈ പറഞ്ഞ പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് തള്ളിക്കളെ. പക്ഷേ അങ്ങനെയല്ല, സെക്യൂരിറ്റിക്കാരങ്ങനെ ചെയ്യില്ല.